എന്റെ സുഹൃത്തായ മിസ്റ്റർ ഷെർലക് ഹോംസിന് പരിഹരിക്കാനായി ലഭിച്ച കേസുകളിൽ 2 മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്തത്. ഒന്ന് മിസ്റ്റർ ഹാദർലിയുടെ തള്ളവിരലിന്റെ കേസും മറ്റൊന്ന് കേണൽ വാർബർട്ടന്റെ ഭ്രാന്തിനെക്കുറിച്ചുള്ള കേസും ആയിരുന്നു. ഇതിൽ രണ്ടാമത്തെ കേസ് ഒരു നിരീക്ഷകന് കൂടുതൽ താൽപ്പര്യമുള്ള ഒന്നായിരിക്കാം. എന്നാൽ ആദ്യത്തെ കേസ് അതിന്റെ തുടക്കം മുതൽ വളരെ വിചിത്രവും നാടകീയവുമായ കാര്യങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ഹോംസ് സാധാരണയായി ഉപയോഗിക്കുന്ന യുക്തിപരമായ രീതികൾക്ക് ഈ കേസിൽ വലിയ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇത് രേഖപ്പെടുത്തി വെക്കാൻ കൂടുതൽ അർഹമാണ്. ഈ കഥ പത്രങ്ങളിൽ ഒന്നിലധികം തവണ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പത്രത്തിലെ ഒരു ചെറിയ കോളത്തിൽ വായിക്കുന്നതിനേക്കാൾ ആവേശകരമാണ് കാര്യങ്ങൾ ഓരോന്നായി നമ്മുടെ മുന്നിൽ തെളിയുന്നത് കാണുന്നത്. ഓരോ പുതിയ കണ്ടെത്തലുകളും സത്യത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ ആ രഹസ്യം പതുക്കെ തെളിഞ്ഞുവരും. അക്കാലത്ത് ഈ സംഭവങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. 1889 വേനൽക്കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല. ഞാൻ എന്റെ ഡോക്ടർ ജോലിയിലേക്ക് തിരികെ പോയിരുന്നു. ബേക്കർ സ്ട്രീറ്റിലെ മുറിയിൽ ഹോംസിനെ വിട്ട് ഞാൻ താമസം മാറി. എങ്കിലും ഞാൻ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ശീലങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളെ വന്നു കാണാൻ ഞാൻ നിർബന്ധിക്കാറുമുണ്ട്. എന്റെ ജോലി നന്നായി നടക്കുന്നുണ്ടായിരുന്നു. പാഡിംഗ്ടൺ സ്റ്റേഷന് അടുത്തായതുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുമായിരുന്നു. ഞാൻ ചികിത്സിച്ചു ഭേദമാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പുകഴ്ത്തി പറയുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന രോഗികളെല്ലാം എന്റെ അടുത്തേക്ക് വരാൻ അദ്ദേഹം പ്രേരിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ 7 മണിക്ക് മുൻപ് വേലക്കാരി വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. പാഡിംഗ്ടണിൽ നിന്ന് 2 പേർ വന്നിട്ടുണ്ടെന്നും അവർ മുറിയിൽ കാത്തിരിക്കുകയാണെന്നും അവൾ പറഞ്ഞു. റെയിൽവേയുമായി ബന്ധപ്പെട്ട കേസുകൾ ഗൗരവമുള്ളതായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം വസ്ത്രം ധരിച്ച് താഴേക്ക് ചെന്നു. ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ എന്റെ പഴയ സുഹൃത്തായ ഗാർഡ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. അയാൾ മുറിയുടെ വാതിൽ നന്നായി അടച്ചു. ഞാൻ അയാളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. തന്റെ തോളിലൂടെ തള്ളവിരൽ ചൂണ്ടി അയാൾ രഹസ്യമായി പറഞ്ഞു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് കാര്യം? ഞാൻ ചോദിച്ചു. എന്തോ വിചിത്രമായ ഒന്നിനെ എന്റെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. ഇതൊരു പുതിയ രോഗിയാണ്, അയാൾ രഹസ്യമായി പറഞ്ഞു. അയാൾ എങ്ങും പോകാതിരിക്കാൻ ഞാൻ തന്നെ കൂടെ വരാമെന്ന് കരുതി. അയാൾ അവിടെ സുരക്ഷിതനായിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ പോകാം ഡോക്ടർ, എനിക്ക് ജോലിയുണ്ട്. നന്ദി പറയാൻ പോലും സമയം തരാതെ ആ വിശ്വസ്തൻ അവിടെ നിന്നുപോയി. ഞാൻ മുറിയിലേക്ക് കയറിയപ്പോൾ മേശയ്ക്കടുത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരു കോട്ടും തൊപ്പിയും ധരിച്ചിരുന്നു. തന്റെ തൊപ്പി അദ്ദേഹം എന്റെ പുസ്തകങ്ങൾക്ക് മുകളിൽ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ രക്തം പുരണ്ട ഒരു തൂവാല ചുറ്റിയിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 25 വയസ്സ് കാണും. നല്ല ഉറപ്പുള്ള മുഖഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്നാൽ അദ്ദേഹം വളരെ വിളറിയിരുന്നു. എന്തോ വലിയ വിഷമം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇത്ര നേരത്തെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു. രാത്രിയിൽ എനിക്ക് വലിയൊരു അപകടം പറ്റി. ഇന്ന് രാവിലെ ഞാൻ ട്രെയിനിലാണ് വന്നത്. പാഡിംഗ്ടണിൽ വെച്ച് ഒരു ഡോക്ടറെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ വേലക്കാരിക്ക് ഒരു കാർഡ് നൽകിയിരുന്നു. അത് അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അത് എടുത്തു നോക്കി. മിസ്റ്റർ വിറ്റർ ഹാദർലി, ഹൈഡ്രോളിക് എഞ്ചിനീയർ, 16A വിക്ടോറിയ സ്ട്രീറ്റ് എന്നായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു എന്റെ അതിഥിയുടെ പേരും വിലാസവും. നിങ്ങളെ കാത്തിരുത്തിയതിൽ എനിക്ക് വിഷമമുണ്ട്, കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വരികയാണല്ലോ, അത് വളരെ മടുപ്പിക്കുന്ന ഒന്നായിരിക്കും. ഓ, എന്റെ രാത്രി അത്ര മടുപ്പിക്കുന്നതൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം കസേരയിൽ ചാരിയിരുന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ ചിരി കേട്ടപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്തോ പന്തികേട് തോന്നി. ഇത്നെത്തു, സ്വയം നിയന്ത്രിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം എടുത്തു നൽകി. പക്ഷേ അത് ഫലിച്ചില്ല. വലിയൊരു ആപത്ത് കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തനായി. പക്ഷേ അദ്ദേഹം വളരെ തളർന്നിരുന്നു. ഞാൻ ഒരു വിഡ്ഢിയെപ്പോലെ പെരുമാറി, അദ്ദേഹം കിതച്ചുകൊണ്ട് പറഞ്ഞു.
അങ്ങനെയൊന്നുമില്ല, ഇത് കുടിക്കൂ. ഞാൻ വെള്ളത്തിൽ അല്പം ബ്രാൻഡി കലത്തി നൽകി. അത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ വിളർച്ച മാറിത്തുടങ്ങി. ഇപ്പോൾ ഭേദമുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഇനി എന്റെ തള്ളവിരൽ ഒന്ന് നോക്കാമോ? അല്ലെങ്കിൽ തള്ളവിരൽ ഉണ്ടായിരുന്ന ആ സ്ഥലം. അദ്ദേഹം കൈയിലെ തൂവാല മാറ്റി കൈ നീട്ടി. അത് കണ്ടപ്പോൾ ഡോക്ടറായ എനിക്ക് പോലും ഒരു വിറയൽ തോന്നി. 4 വിരലുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തള്ളവിരൽ ഇരിക്കേണ്ട ഇടത്ത് ചുവന്ന മാംസം മാത്രം. അത് വേരോടെ അറുത്ത് മാറ്റപ്പെട്ടതുപോലെ തോന്നി. ദൈവമേ, ഇതൊരു വലിയ മുറിവാണല്ലോ. ഒരുപാട് രക്തം പോയിട്ടുണ്ടാകുമല്ലോ, ഞാൻ പറഞ്ഞു. അതെ, ഒരുപാട് രക്തം പോയി. ഇത് സംഭവിച്ചപ്പോൾ ഞാൻ ബോധം കെട്ട് വീണു. കുറെ നേരം ഞാൻ അങ്ങനെ കിടന്നു കാണും. ബോധം വന്നപ്പോൾ രക്തം വരുന്നത് കണ്ടു. ഞാൻ തൂവാല കൊണ്ട് കൈത്തണ്ടയിൽ മുറുക്കിക്കെട്ടി. വളരെ നന്നായി. നിങ്ങൾ ഒരു ഡോക്ടർ ആകേണ്ടതായിരുന്നു. ഇത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു. ഇതൊരു ഭാരമുള്ള മൂർച്ചയുള്ള ആയുധം കൊണ്ട് ചെയ്തതാണ്. മുറിവ് പരിശോധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരു വലിയ കത്തി പോലെയുള്ള ഒന്ന്, അദ്ദേഹം പറഞ്ഞു. ഇതൊരു അപകടം പറ്റിയതാണോ? ഒരിക്കലുമല്ല. ടെൽത്ത്, ഇതൊരു കൊലപാതക ശ്രമമായിരുന്നു. അതെ, തീർച്ചയായും. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം അനങ്ങാതെ ഇരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. വളരെ നന്നായിരിക്കുന്നു. നിങ്ങളുടെ മരുന്നും ഈ കെട്ടും കാരണം എനിക്ക് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഞാൻ വളരെ തളർന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കും. ഇല്ല, എനിക്ക് ഇത് പോലീസിനോട് പറയേണ്ടതുണ്ട്. പക്ഷേ ഈ മുറിവ് കണ്ടില്ലെങ്കിൽ അവർ എന്റെ കഥ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും വിചിത്രമായ ഒരു കഥയാണ്. എന്റെ കയ്യിൽ തെളിവുകൾ ഒന്നുമില്ല. അവർ വിശ്വസിച്ചാൽ തന്നെ എനിക്ക് നൽകാൻ കഴിയുന്ന സൂചനകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നീതി കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിൽ പോലീസിന്റെ അടുത്തു പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ സുഹൃത്തായ ഷെർലക് ഹോംസിനെ കാണുന്നതാണ് നല്ലത്, ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ, അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ ഒന്നു പരിചയപ്പെടുത്തി തരാമോ? ഞാൻ തന്നെ നിങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അത് വലിയൊരു ഉപകാരമായിരിക്കും. നമുക്ക് ഒരു വണ്ടി വിളിച്ച് ഒരുമിച്ചു പോകാം. അദ്ദേഹത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് വരാൻ കഴിയുമോ? അതെ, ഈ കഥ ആരോടെങ്കിലും പറയുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല. എങ്കിൽ എന്റെ വേലക്കാരൻ ഒരു വണ്ടി വിളിക്കും. ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഞാൻ വേഗം മുകളിൽ പോയി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഒരു വണ്ടിയിൽ ബേക്കർ സ്ട്രീറ്റിലേക്ക് തിരിച്ചു. ഷെർലക് ഹോംസ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ ഡ്രസ്സിന് ഗൗൺ ധരിച്ചിരുന്നു. ദി ടൈംസ് പത്രത്തിലെ പരസ്യങ്ങൾ വായിച്ചുകൊണ്ട് അദ്ദേഹം പൈപ്പ് വലിക്കുകയായിരുന്നു. തലേദിവസം ബാക്കിവന്ന പുകയില കഷ്ണങ്ങൾ ഉണക്കി ശേഖരിച്ചാണ് അദ്ദേഹം ആ പൈപ്പ് തയ്യാറാക്കിയത്. അദ്ദേഹം ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് കഴിക്കാൻ മുട്ടയും ഇറച്ചിയും ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പുതിയ അതിഥിയെ സോഫയിൽ ഇരുത്തി. അദ്ദേഹത്തിന്റെ തലയ്ക്ക് താഴെ ഒരു തലയണ വെച്ചുകൊടുത്തു. കുടിക്കാൻ അല്പം ബ്രാൻഡിയും വെള്ളവും അടുത്തുതന്നെ വെച്ചു. മിസ്റ്റർ ഹാദലി, നിങ്ങൾക്ക് ഉണ്ടായത് ഒരു സാധാരണ അനുഭവമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം, അദ്ദേഹം പറഞ്ഞു. ദയവായി അവിടെ കിടന്ന് വിശ്രമിക്കൂ. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയൂ. ക്ഷീണം തോന്നുമ്പോൾ നിർത്താം. ഈ പാനീയം കുടിച്ച് ആരോഗ്യം നിലനിർത്തൂ. നന്ദി, എന്റെ രോഗി പറഞ്ഞു. ഡോക്ടർ മുറിവ് കെട്ടിയപ്പോൾ തന്നെ എനിക്ക് ആശ്വാസം തോന്നിയിരുന്നു. ഇപ്പോൾ ഈ ലഘുഭക്ഷണം കൂടി കഴിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായും സുഖം തോന്നി. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ അധികം കളയില്ല. അതുകൊണ്ട് എന്റെ വിചിത്രമായ അനുഭവങ്ങൾ ഞാൻ ഉടനെ പറയാം. ഹോംസ് തന്റെ വലിയ കസേരയിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ക്ഷീണിച്ചതുപോലെ തോന്നിയിരുന്നുവെങ്കിലും അദ്ദേഹം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് എതിരെയുള്ള കസേരയിൽ ഇരുന്നു. ഞങ്ങളുടെ അതിഥി പറയുന്ന വിചിത്രമായ കഥ ഞങ്ങൾ നിശബ്ദരായി കേട്ടു.
നിങ്ങൾ അറിയേണ്ട കാര്യം എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, ഞാൻ വിവാഹിതനുമല്ല, അദ്ദേഹം പറഞ്ഞു. ലണ്ടനിൽ ഒറ്റയ്ക്കാണ് താമസം. ഞാൻ ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയറാണ്. ദീനിച്ചിലെ വെനർ ആൻഡ് മാതസൺ എന്ന പ്രശസ്തമായ കമ്പനിയിൽ 7 വർഷം ഞാൻ ജോലി പഠിച്ചു. 2 വർഷം മുൻപ് അച്ഛന്റെ മരണശേഷം എനിക്ക് കുറച്ച് പണം കിട്ടി. അതുകൊണ്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. വിക്ടോറിയ സ്ട്രീറ്റിൽ ഒരു ഓഫീസ് എടുത്തു. ആദ്യമായി സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നത് എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമായിരിക്കും. എനിക്ക് അത് വളരെ മോശമായിരുന്നു. 2 വർഷത്തിനിടയിൽ എനിക്ക് ആകെ 3 ഉപദേശങ്ങളും ഒരു ചെറിയ ജോലിയും മാത്രമേ ലഭിച്ചുള്ളൂ. ആകെ കിട്ടിയത് 27 പൗണ്ട് മാത്രമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണിവരെ ഞാൻ എന്റെ ഓഫീസിൽ കാത്തിരിക്കും. ഒടുവിൽ എനിക്ക് ഈ ജോലി ഒന്നും കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങി. എന്നാൽ ഇന്നലെ ഞാൻ ഓഫീസ് വിടാൻ ഒരുങ്ങുമ്പോൾ എന്റെ ക്ലർക്ക് അകത്തു വന്നു. എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കേണൽ ലൈസാണ്ടർ സ്റ്റാർക്ക് എന്ന് എഴുതിയ ഒരു കാർഡും അദ്ദേഹം തന്നു. അദ്ദേഹത്തിന് പിന്നാലെ തന്നെ കേണലും അകത്തേക്ക് വന്നു. അദ്ദേഹം അത്യാവശ്യം ഉയരമുള്ള, എന്നാൽ വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു. ഇത്രയും മെലിഞ്ഞ ഒരാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖം, മൂക്കും താടിയും കൂർത്തതായിരുന്നു. കവിളിലെ തൊലി എല്ലുകളോട് ഒട്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അസുഖമൊന്നും ഉള്ളതായി തോന്നിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു. നടത്തം വേഗത്തിലായിരുന്നു. അദ്ദേഹം ലളിതമായും വൃത്തിയായും വസ്ത്രം ധരിച്ചിരുന്നു. ഏകദേശം 30-നും 40-നും ഇടയിൽ വയസ്സ് പ്രായം തോന്നും. മിസ്റ്റർ ഹാദല്ലി, അദ്ദേഹം ഒരു ജർമ്മൻ ശൈലിയിൽ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മിടുക്കനാണെന്നും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നും എനിക്ക് വിവരം ലഭിച്ചു. ഒരു യുവാവ് എന്ന നിലയിൽ ആ പ്രശംസ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ തല കുനിച്ചു. എന്നെക്കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. അതിരിപ്പോൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും എനിക്ക് അറിയാം. അത് ശരിയാണ്, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ഇതെല്ലാം എന്റെ ജോലിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജോലിയെക്കുറിച്ച് സംസാരിക്കാനാണല്ലോ നിങ്ങൾ വന്നത്? അതെ, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഒരു ജോലി തരാനുണ്ട്. പക്ഷേ അത് അതീവ രഹസ്യമായിരിക്കണം. കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരെക്കാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഒരു രഹസ്യം സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും പാലിച്ചിരിക്കും, ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. അത്രയും സംശയത്തോടെ നോക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വാക്ക് തരുന്നുണ്ടോ? ഒടുവിൽ അദ്ദേഹം ചോദിച്ചു. അതെ, ഞാൻ വാക്ക് തരുന്നു. ജോലിക്ക് മുമ്പും ശേഷവും ആരോടും ഒന്നും പറയരുത്. എഴുത്തിലൂടെയോ വാക്കിലൂടെയോ ആരോടും സംസാരിക്കരുത്. സമ്മതമാണോ? ഞാൻ വാക്ക് തന്നു കഴിഞ്ഞു. വളരെ നല്ലത്. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കി. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ശരി, അദ്ദേഹം തിരികെ വന്നു പറഞ്ഞു. ക്ലർക്കുമാർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷ കാണും. ഇനി നമുക്ക് ധൈര്യമായി സംസാരിക്കാം. അദ്ദേഹം തന്റെ കസേര എന്റെ അടുത്തേക്ക് നീക്കി ഇട്ടു. വീണ്ടും എന്നെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് എനിക്ക് പേടിയും വെറുപ്പും തോന്നി. എങ്കിലും ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. കാര്യം എന്താണെന്ന് ദയവായി പറയൂ, എന്റെ സമയം വിലപ്പെട്ടതാണ്, ഞാൻ പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. ഒരു രാത്രിയിലെ ജോലിക്ക് 50 ഗിനി തന്നാൽ നിങ്ങൾക്ക് സമ്മതമാണോ? അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും സമ്മതമാണ്. ഒരു രാത്രി എന്നു പറഞ്ഞെങ്കിലും 1 മണിക്കൂർ നേരത്തെ ജോലിയേ ഉള്ളൂ. കേടായ ഒരു ഹൈഡ്രോളിക് മെഷീൻ പരിശോധിക്കണം. എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ശരിയാക്കിക്കോളാം. ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ജോലി എളുപ്പമാണല്ലോ, ശമ്പളവും കൂടുതലാണ്, ഞാൻ പറഞ്ഞു. അതെ, ഇന്ന് രാത്രി അവസാനത്തെ ട്രെയിനിന് നിങ്ങൾ വരണം. എവിടേക്കാണ് വരേണ്ടത്? ബെഡ്ഷെയറിലെ ഐപോർഡ് എന്ന സ്ഥലത്തേക്ക്. പാഡിംഗണിൽ നിന്നുള്ള ട്രെയിൻ രാത്രി 11:15 അവിടെ എത്തും. ശരി, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വണ്ടി അയക്കാം.
അവിടെ നിന്ന് ദൂരെയാണോ? അതെ, ഗ്രാമപ്രദേശത്താണ്. സ്റ്റേഷനിൽ നിന്ന് 7 മൈൽ ദൂരമുണ്ട്. അപ്പോൾ അർദ്ധരാത്രിയാകുമല്ലോ. തിരിച്ചു വരാൻ ട്രെയിൻ കാണില്ല. എനിക്ക് അവിടെ നിൽക്കേണ്ടി വരും. അതെ, നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. സൗകര്യപ്രദമായ മറ്റൊരു സമയത്ത് വന്നാൽ പോരെ? നിങ്ങൾ വൈകി വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ അസൗകര്യത്തിനുള്ള പ്രതിഫലമായാണ് ഞങ്ങൾ ഇത്രയും വലിയ തുക നൽകുന്നത്. നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. 50 ഗിനിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. അത് എനിക്ക് വളരെ ആവശ്യമായിരുന്നു. അതിനെന്താ, ഞാൻ വരാം, ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാമോ? തീർച്ചയായും. രഹസ്യമായി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാം പറയാം. ഇവിടെ ആരും കേൾക്കില്ലല്ലോ. ആരും കേൾക്കില്ല. കാര്യം ഇതാണ്. ഫുള്ളേഴ്സ് എത്ത് എന്ന മണ്ണ് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇംഗ്ലണ്ടിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ലഭിക്കൂ. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് ഞാൻ ലീഡിങ്ങിന് 10 മൈൽ ചുറ്റളവിൽ ഒരു ചെറിയ സ്ഥലം വാങ്ങി. വളരെ ചെറിയ ഒരു സ്ഥലം. എന്റെ ഒരു പറമ്പിൽ ഫുള്ളേഴ്സ് എത്ത് ഒരു തരം കളിമണ്ണ് നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എന്നാൽ അത് പരിശോധിച്ചപ്പോൾ ഈ നിക്ഷേപം താരതമ്യേന ചെറുതാണെന്നും അത് ഇടത്തും വലത്തുമുള്ള വലിയ 2 നിക്ഷേപങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണെന്നും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ആ വലിയ നിക്ഷേപങ്ങൾ രണ്ടും എന്റെ അയൽക്കാരുടെ സ്ഥലത്തായിരുന്നു. തങ്ങളുടെ ഭൂമിയിൽ സ്വർണ്ണഖനി പോലെ വിലപിടിപ്പുള്ള ഒന്നുമുണ്ടെന്ന് ആ പാവം ആളുകൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു. സ്വാഭാവികമായും അവർ ഇതിന്റെ യഥാർത്ഥ വില അറിയുന്നതിന് മുമ്പ് ആ സ്ഥലം വാങ്ങുന്നത് എനിക്ക് ലാഭകരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ആവശ്യമായ പണം എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ ഈ രഹസ്യം എന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു. നമ്മുടെ ചെറിയ നിക്ഷേപത്തിൽ നിന്ന് രഹസ്യമായി മണ്ണ് എടുക്കാമെന്നും അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് അയൽപ്പക്കത്തെ സ്ഥലങ്ങൾ വാങ്ങാമെന്നും അവർ നിർദ്ദേശിച്ചു. ഞങ്ങൾ കുറച്ചു കാലമായി ഇത് ചെയ്യുന്നു. ഈ ജോലി എളുപ്പമാക്കാൻ ഞങ്ങൾ ഒരു ഹൈഡ്രോളിക് പ്രസ് സ്ഥാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഷീൻ ഇപ്പോൾ കേടായിരിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ഈ രഹസ്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു എഞ്ചിനീയർ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങും. സത്യം പുറത്തറിഞ്ഞാൽ ആ സ്ഥലങ്ങൾ വാങ്ങാനും ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാനുമുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാത്രി ഐപോർഡിലേക്ക് പോകുന്നുണ്ടെന്ന് ആരോടും പറയില്ലെന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് സത്യം വാങ്ങിയത്. കാര്യങ്ങൾ വ്യക്തമായല്ലോ? എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഒരേയൊരു കാര്യം മണ്ണ് കുഴിച്ചെടുക്കാൻ എന്തിനാണ് ഒരു ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിക്കുന്നത് എന്നതാണ്. സാധാരണയായി ഇത് കുഴികളിൽ നിന്ന് വെറുതെ വാരിയെടുക്കുകയാണല്ലോ പതിവ്. ഓൾ, അദ്ദേഹം നിസ്സാരമായി പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. അത് എന്താണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഞങ്ങൾ ആ മണ്ണ് അമർത്തി ഇഷ്ടികകൾ പോലെയാക്കും. പക്ഷേ അതൊരു ചെറിയ കാര്യം മാത്രമാണ്. മിസ്റ്റർ ഹാദലി, ഞാൻ ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ 11:15 ഞാൻ ഐപോഡിൽ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. ഞാൻ തീർച്ചയായും അവിടെ എത്തും. ആരോടും ഒരു വാക്ക് പോലും പറയരുത്. അദ്ദേഹം എന്നെ അവസാനമായി ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നീട് തണുത്ത കൈകൾ കൊണ്ട് എന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ച് വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ശാന്തനായി ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഈ പെട്ടെന്നുള്ള ജോലിയിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു വശത്ത് എനിക്ക് സന്തോഷം തോന്നി. കാരണം എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഞാൻ ചോദിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതലായിരുന്നു. കൂടാതെ ഈ ജോലി വഴി കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ടായിരുന്നു. മറുവശത്ത് ആ മനുഷ്യന്റെ മുഖവും പെരുമാറ്റവും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അർദ്ധരാത്രിയിൽ ഞാൻ വരണമെന്ന് പറയുന്നതിനും ആരോടും പറയരുത് എന്ന അദ്ദേഹത്തിന്റെ വാശിക്കും ആ കളിമണ്ണിന്റെ കഥ മാത്രം ഒരു കാരണമായി എനിക്ക് തോന്നിയില്ല. എങ്കിലും പേടിയെല്ലാം മാറ്റിവെച്ച് ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചു. ആരോടും ഒന്നും പറയാതെ പാഡിംഗ്ടണിലേക്ക് വണ്ടി ഓടിച്ചുപോയി. റീഡിംഗിൽ എത്തിയപ്പോൾ എനിക്ക് ട്രെയിനും സ്റ്റേഷനും മാറേണ്ടി വന്നു. എങ്കിലും ഐപോർഡിലേക്കുള്ള അവസാന ട്രെയിൻ എനിക്ക് കിട്ടി.
11 മണിക്ക് ശേഷം വെളിച്ചം കുറഞ്ഞ ആ ചെറിയ സ്റ്റേഷനിൽ ഞാൻ എത്തി. അവിടെ ഇറങ്ങിയ ഏക യാത്രക്കാരൻ ഞാനായിരുന്നു. കയ്യിൽ വിളക്കുമായി നിൽക്കുന്ന ഒരു പോർട്ടർ അല്ലാതെ പ്ലാറ്റ്ഫോമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങിയപ്പോൾ രാവിലെ കണ്ട ആ മനുഷ്യൻ മറുഭാഗത്ത് നിഴലിൽ നിൽക്കുന്നത് കണ്ടു. ഒന്നും മിണ്ടാതെ അദ്ദേഹം എന്റെ കയ്യിൽ പിടിച്ച് തുറന്നുകിടന്ന ഒരു കുതിരവണ്ടിയിലേക്ക് എന്നെ കയറ്റി. അദ്ദേഹം വണ്ടിയുടെ ജനലുകൾ അടച്ചു. വണ്ടിയിൽ തട്ടി ശബ്ദമുണ്ടാക്കിയതും കുതിര വേഗത്തിൽ ഓടിത്തുടങ്ങി. ഒരു കുതിര മാത്രമോ? ഹോംസ് ഇടയ്ക്ക് ചോദിച്ചു. അതെ, ഒന്ന് മാത്രം. നിങ്ങൾ അതിന്റെ നിറം ശ്രദ്ധിച്ചോ? അതെ, വണ്ടിയിൽ കയറുമ്പോൾ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. അതൊരു തവിട്ടുനിറമുള്ള കുതിരയായിരുന്നു. അതിനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ അതോ ഉന്മേഷത്തിലായിരുന്നോ? ഓ, നല്ല ഉന്മേഷത്തിലായിരുന്നു. അതിന്റെ ശരീരം തിളങ്ങുന്നുണ്ടായിരുന്നു. നന്ദി. നിങ്ങളെ തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. ദയവായി ബാക്കി പറയൂ. ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 1 മണിക്കൂർ വണ്ടി ഓടി. കേണൽ ലൈസാണ്ടർ സ്റ്റാർക്ക് പറഞ്ഞത് 7 മൈൽ ദൂരമേ ഉള്ളൂ എന്നാണ്. പക്ഷേ വണ്ടിയുടെ വേഗതയും എടുത്ത സമയവും വെച്ച് നോക്കിയാൽ അത് 12 മൈലിനടുത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം മിണ്ടാതെ എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോഴെല്ലാം അദ്ദേഹം എന്നെത്തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എനിക്ക് മനസ്സിലായി. അവിടുത്തെ റോഡുകൾ അത്ര നല്ലതല്ലായിരുന്നു. കാരണം വണ്ടി വല്ലാതെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയാണെന്ന് അറിയാൻ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനലുകൾ മങ്ങിയ ഗ്ലാസുകൊണ്ടുള്ളതായിരുന്നു. ഇടയ്ക്ക് കാണുന്ന ചില വെളിച്ചങ്ങൾ അല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. യാത്രയിലെ വിരസത മാറ്റാൻ ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കേണൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം മറുപടി നൽകി. അതുകൊണ്ട് സംസാരം പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ഒടുവിൽ റോഡിലെ കുലുക്കം മാറി വണ്ടി മിനുസമുള്ള ഒരു വഴിയിലേക്ക് കടന്നു. ഉടനെ വണ്ടി നിന്നു. കേണൽ ലൈസാണ്ടർ സ്റ്റാർക്ക് വേഗത്തിൽ പുറത്തിറങ്ങി. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നെ വേഗത്തിൽ വീടിന്റെ മുൻവശത്തെ വരാന്തയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് കയറിയത്. അതുകൊണ്ട് വീടിന്റെ മുൻഭാഗം ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അകത്തേക്ക് കയറിയ ഉടനെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. വണ്ടി തിരിച്ചുപോകുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. വീടിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. കേണൽ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് തീപ്പെട്ടിക്ക് വേണ്ടി തപ്പി. പെട്ടെന്ന് ഇടനാഴിയുടെ അങ്ങേ അറ്റത്ത് ഒരു വാതിൽ തുറന്നു. അവിടെ നിന്ന് ഒരു വെളിച്ചം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വെളിച്ചം കൂടി വന്നപ്പോൾ കയ്യിൽ ഒരു വിളക്കുമായി ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ വിളക്ക് തലയ്ക്ക് മുകളിൽ പിടിച്ചു ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി. അവർ സുന്ദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ വസ്ത്രം തിളങ്ങുന്നത് കണ്ടപ്പോൾ അത് നല്ല വില കൂടിയ തുണിയാണെന്ന് എനിക്ക് തോന്നി. അവർ ഏതോ വിദേശ ഭാഷയിൽ എന്തോ ചോദിച്ചു. എന്റെ കൂടെയുള്ളയാൾ പരുഷമായി മറുപടി പറഞ്ഞപ്പോൾ അവർ പേടിച്ചുപോയി. അവരുടെ കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീഴാൻ പോയി. കേണൽ സ്റ്റാർക്ക് അവരുടെ അടുത്ത് ചെന്ന് ചെവിയിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് അവരെ ആ മുറിയിലേക്ക് തന്നെ തള്ളിവിട്ടു. പിന്നീട് വിളക്കുമായി അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു. ദയവായി കുറച്ച് സമയം ഈ മുറിയിൽ ഇരിക്കൂ. മറ്റൊരു വാതിൽ തുറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് ലളിതമായ ഫർണിച്ചറുകൾ ഉള്ള ഒരു ചെറിയ മുറിയായിരുന്നു. നടുവിലുള്ള മേശപ്പുറത്ത് കുറെ ജർമ്മൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. കേണൽ സ്റ്റാർക്ക് വാതിലിനടുത്തുള്ള ഒരു ഹാർമോണിയത്തിന് മുകളിൽ വിളക്ക് വെച്ചു. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുട്ടിലേക്ക് പോയി. ഞാൻ മേശപ്പുറത്തെ പുസ്തകങ്ങൾ നോക്കി. എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ലെങ്കിലും അതിൽ 2 ശാസ്ത്രപുസ്തകങ്ങളും മറ്റുള്ളവ കവിതകളും ആണെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തെ കാഴ്ചകൾ കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ജനലിനടുത്തേക്ക് പോയി. പക്ഷേ ജനൽ തടി കൊണ്ടുള്ള പാളികൾ ഇട്ട് അടച്ചിരിക്കുകയായിരുന്നു. ആ വീട് വല്ലാത്ത നിശബ്ദതയിലായിരുന്നു. ഇടനാഴിയിൽ എവിടെയോ ഒരു പഴയ ക്ലോക്ക് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിത്തുടങ്ങി. ആരാണ് ഈ ജർമ്മൻകാർ? എന്തിനാണ് അവർ ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നത്? ഈ സ്ഥലം എവിടെയാണ്? ഐപോഡിൽ നിന്ന് 10 മൈൽ ദൂരത്താണെന്ന് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. അത് ഏത് ദിശയിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പീഡിംഗും മറ്റ് വലിയ പട്ടണങ്ങളും ഇതിനടുത്തായിരിക്കാം. അതുകൊണ്ട് ഈ സ്ഥലം അത്ര ഒറ്റപ്പെട്ടതാകാൻ വഴിയില്ല. എങ്കിലും അവിടുത്തെ നിശബ്ദതയിൽ നിന്ന് ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശത്താണെന്ന് ഉറപ്പായിരുന്നു.
ധൈര്യം സംഭരിക്കാൻ ഞാൻ ഒരു പാട്ട് മൂളിക്കൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്ക് കിട്ടുന്ന വലിയ പ്രതിഫലത്തിന് അനുസരിച്ചുള്ള കഷ്ടപ്പാട് ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നി. തീരെ നിശബ്ദമായിരുന്ന ആ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ എന്റെ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു. ആ സ്ത്രീ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവർക്ക് പിന്നിൽ ഹാൾ ഇരുട്ടിലായിരുന്നു. എന്റെ വിളക്കിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചം അവരുടെ മനോഹരമായ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. അത് കണ്ടപ്പോൾ എനിക്കും പേടി തോന്നി. മിണ്ടരുത് എന്ന് കാണിക്കാൻ അവർ വിറയ്ക്കുന്ന വിരൽ ഉയർത്തി. പേടിച്ച ഒരു കുതിരയെപ്പോലെ പിന്നിലെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവർ മുറിഞ്ഞ ഇംഗ്ലീഷിൽ എന്നോട് എന്തൊക്കെയോ മന്ത്രിച്ചു. നിങ്ങൾ പോകണം. ശാന്തമായി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ മാഡം, ഞാൻ പറഞ്ഞു, ഞാൻ വന്ന കാര്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ മെഷീൻ കാണാതെ എനിക്ക് പോകാൻ കഴിയില്ല. കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ല, അവർ തുടർന്നു. നിങ്ങൾക്ക് ആ വാതിലിലൂടെ പുറത്തുപോകാം, ആരും തടയില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നത് കണ്ടപ്പോൾ അവർ തന്റെ നിയന്ത്രണം വിട്ട് കൈകൾ കൂപ്പിപ്പിടി. പെട്ടെന്ന് ആ നിശബ്ദതയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. അത് എന്നെ വല്ലാതെ പേടിപ്പിച്ചു. അത് യന്ത്രത്തിന്റെ ലിവറുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും സിലിണ്ടറിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ശബ്ദവുമായിരുന്നു. അയാൾ ആ യന്ത്രം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ ആ തൊട്ടി പരിശോധിച്ചപ്പോൾ തറയിൽ വെച്ച വിളക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ മുകളിലെ കറുത്ത മേൽക്കൂര പതുക്കെ താഴേക്ക് വരുന്നത് ഞാൻ കണ്ടു. അത് ഇടയ്ക്കിടെ തടഞ്ഞാണ് വന്നിരുന്നത്. എങ്കിലും ഒരു മിനിറ്റിനുള്ളിൽ എന്നെ ചതച്ചരച്ച് കളയാൻ അതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ നിലവിളിച്ചുകൊണ്ട് വാതിലിലേക്ക് ചാടി വീണു. നഖങ്ങൾ കൊണ്ട് ആ പൂട്ടിൽ മാന്തി. എന്നെ പുറത്തുവിടാൻ ഞാൻ കേണലിനോട് കേണപേക്ഷിച്ചു. പക്ഷേ യന്ത്രത്തിന്റെ വലിയ ശബ്ദത്തിൽ എന്റെ കരച്ചിൽ മുങ്ങിപ്പോയി. മേൽക്കൂര എന്റെ തലയ്ക്ക് തൊട്ടുമുകളിൽ എത്തിയിരുന്നു. കൈ ഉയർത്തിയാൽ അതിന്റെ പരുക്കൻ പ്രതലം എനിക്ക് തൊടാമായിരുന്നു. ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും മരണസമയത്തെ വേദന എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ കമിഴ്ന്നു കിടന്നാൽ ആ ഭാരം എന്റെ നട്ടെല്ലിൽ വീഴും. അത് ഒടിയുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വിറയൽ വന്നു. മലർന്നു കിടക്കുന്നതാകും ഒരുപക്ഷേ നല്ലത്. എങ്കിലും ആ കറുത്ത നിഴൽ താഴേക്ക് വരുന്നത് നോക്കിക്കിടക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ? എനിക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അപ്പോഴാണ് എന്റെ ഉള്ളിൽ പ്രതീക്ഷ നൽകുന്ന ഒന്ന് ഞാൻ കണ്ടത്. തറയും മേൽക്കുരയും ഇരുമ്പു കൊണ്ടാണെങ്കിലും ഭിത്തികൾ മരം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ വേഗത്തിൽ ചുറ്റും നോക്കിയപ്പോൾ 2 പലകകൾക്കിടയിലൂടെ ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. ഒരു ചെറിയ വാതിൽ പിന്നിലേക്ക് നീങ്ങിയപ്പോൾ ആ വെളിച്ചം കൂടി വന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഒരു വാതിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. അടുത്ത നിമിഷം ഞാൻ അതിലൂടെ പുറത്തേക്ക് ചാടി ബോധം മറഞ്ഞതുപോലെ മറുഭാഗത്ത് കിടന്നു. ആ വാതിൽ പിന്നിൽ അടഞ്ഞു. വിളക്ക് ഉടയുന്ന ശബ്ദവും പിന്നാലെ ഇരുമ്പ് പാളികൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും കേട്ടപ്പോൾ ഞാൻ എത്ര കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ആരോ എന്റെ കൈയിൽ പിടിച്ചു വലിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഒരു ഇടുങ്ങിയ ഇടനാഴിയിലെ കല്ല് പാകിയ തറയിൽ കിടക്കുകയായിരുന്നു ഞാൻ. ഒരു സ്ത്രീ കൈയിൽ മെഴുകുതിരിയുമായി എന്റെ അടുത്തേക്ക് കുനിഞ്ഞ് എന്നെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ വിഡ്ഢിത്തം കാട്ടി അവഗണിച്ച ആ പഴയ സുഹൃത്ത് തന്നെയായിരുന്നു അത്. വരൂ, വേഗം വരൂ, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഇപ്പോൾ ഇവിടെ എത്തും. നിങ്ങൾ അവിടെ ഇല്ലെന്ന് അവർക്ക് മനസ്സിലാകും. സമയം കളയാതെ വേഗം വരൂ. ഇത്തവണയെങ്കിലും ഞാൻ അവളുടെ വാക്ക് കേട്ടു. ഞാൻ എഴുന്നേറ്റ് അവളോടൊപ്പം ഇടനാഴിയിലൂടെയും ചുറ്റുമുള്ള ഗോവണിയിലൂടെയും താഴേക്ക് ഓടി. അത് മറ്റൊരു വലിയ വഴിയിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ആരോ ഓടിവരുന്ന ശബ്ദവും 2 പേർ പരസ്പരം വിളിച്ചു പറയുന്നതും ഞങ്ങൾ കേട്ടു. ഒരാൾ ഞങ്ങളുടെ നിലയിൽ നിന്നും മറ്റൊരാൾ താഴത്തെ നിലയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. എനിക്ക് വഴി കാണിച്ചു തന്ന ആ സ്ത്രീ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. പിന്നെ അവൾ ഒരു കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു. ആ മുറിയുടെ ജനലിലൂടെ ചന്ദ്രപ്രകാശം നന്നായി വരുന്നുണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ ഏക വഴി, അവൾ പറഞ്ഞു. ഇത് ഉയരത്തിലാണ്, എങ്കിലും നിങ്ങൾക്ക് താഴേക്ക് ചാടാൻ കഴിഞ്ഞേക്കും. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടനാഴിയുടെ അറ്റത്ത് ഒരു വെളിച്ചം കണ്ടു. കേണൽ ലൈസാണ്ടർ സ്റ്റാർക്ക് ഒരു കൈയിൽ വിളക്കും മറുകൈയിൽ വലിയൊരു വെട്ടുകത്തിയും പിടിച്ച് ഓടിവരുന്നത് ഞാൻ കണ്ടു.
ഞാൻ മുറിയിലൂടെ ഓടി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. നിലാവെളിച്ചത്തിൽ ആ തോട്ടം എത്ര ശാന്തവും മനോഹരവുമായിരുന്നു. താഴേക്ക് ഏകദേശം 30 അടി മാത്രമേ ഉയരമുള്ളൂ. ഞാൻ ജനൽപ്പടിയിൽ കയറി നിന്നു. പക്ഷേ എന്നെ രക്ഷിച്ച സ്ത്രീയും ആ ദുഷ്ടനും തമ്മിൽ എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാൻ ഞാൻ ഒന്നു മടിച്ചു. അയാൾ അവളെ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്ത് അപകടം സഹിച്ചും അവളെ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇത് ആലോചിച്ച് തീരുമ്പോഴേക്കും അയാൾ വാതിലിനടുത്തെത്തി അവളെ തള്ളിമാറ്റി അകത്തേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് തടയാൻ നോക്കി. പ്രീറ്റസ്, പ്രീറ്റസ്, അവൾ ഇംഗ്ലീഷിൽ നിലവിളിച്ചു. കഴിഞ്ഞ തവണ നൽകിയ വാക്ക് ഓർക്കുക. ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ഇദ്ദേഹം ആരോടും ഒന്നും പറയില്ല. സത്യമായും ഇദ്ദേഹം മിണ്ടാതിരുന്നോളും. നിനക്ക് വട്ടാണ് എലിസ്. അവളുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചു. നീ ഞങ്ങളെ നശിപ്പിക്കും. അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നെ വിടൂ. അയാൾ അവളെ ഒരു വശത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ജനലിലേക്ക് ഓടി വന്ന് തന്റെ വലിയ കത്തിക്കൊണ്ട് എന്നെ വെട്ടി. ഞാൻ ജനലിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടേറ്റത്. എനിക്ക് കഠിനമായ വേദന തോന്നി. എന്റെ പിടി വിട്ടു. ഞാൻ താഴെ തോട്ടത്തിലേക്ക് വീണു. വീഴ്ചയിൽ എനിക്ക് പരിക്കേറ്റില്ലെങ്കിലും ഞാൻ ആകെ പേടിച്ചുപോയി. ഞാൻ വേഗം എഴുന്നേറ്റ് കുട്ടിച്ചെടികൾക്കിടയിലൂടെ ഓടി. ഞാൻ ഇപ്പോഴും അപകടത്തിലാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഓടുന്നതിനിടയിൽ എനിക്ക് തലകറക്കവും അസ്വസ്ഥതയും തോന്നി. വേദനിക്കുന്ന എന്റെ കൈയിലേക്ക് ഞാൻ നോക്കി. അപ്പോഴാണ് എന്റെ തള്ളവിരൽ അറ്റുപോയ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ തൂവാല കൊണ്ട് അത് കെട്ടാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് എന്റെ ചെവിയിൽ ഒരു മൂളക്കം കേട്ടു. അടുത്ത നിമിഷം ഞാൻ റോസാച്ചെടികൾക്കിടയിൽ ബോധം കെട്ടു വീണു. എത്ര നേരം ഞാൻ ബോധമില്ലാതെ കിടന്നു എന്ന് എനിക്കറിയില്ല. അത് ഒരുപാട് നേരമായിരിക്കണം. കാരണം എനിക്ക് ബോധം വന്നപ്പോൾ ചന്ദ്രൻ മറയുകയും നേരം വെളുക്കുകയും ചെയ്തിരുന്നു. എന്റെ വസ്ത്രങ്ങൾ മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു. കോട്ടിന്റെ കൈ മുറിവിൽ നിന്നുള്ള രക്തം കൊണ്ട് കുതിർന്നിരുന്നു. മുറിവിലെ നീട്ടിൽ ആ രാത്രിയിലെ കാര്യങ്ങളെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചു. എന്നെ പിടിക്കാൻ വരുന്നവർ ഇപ്പോഴും അവിടെ കാണുമെന്ന് പേടിച്ച് ഞാൻ വേഗം എഴുന്നേറ്റു. പക്ഷേ അത്ഭുതമെന്നു പറയട്ടെ, ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ആ വീടോ തോട്ടമോ അവിടെ കണ്ടില്ല. ഞാൻ റോഡിനടുത്തുള്ള ഒരു വേലിയുടെ അരികിലായിരുന്നു കിടന്നിരുന്നത്. കുറച്ച് താഴെയായി ഒരു വലിയ കെട്ടിടം കണ്ടു. അടുത്തേക്ക് ചെന്നപ്പോൾ ആ തലേദിവസം രാത്രി ഞാൻ വന്നിറങ്ങിയ അതേ റെയിൽവേ സ്റ്റേഷനാണെന്ന് മനസ്സിലായി. എന്റെ കൈയിലെ ആ വലിയ മുറിവില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞുപോയ ആ ഭയാനകമായ മണിക്കൂറുകൾ ഒരു ദുസ്വപ്നമാണെന്ന് ഞാൻ കരുതിയേനെ. ആകെ തളർന്ന അവസ്ഥയിൽ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് രാവിലെ പോകുന്ന ട്രെയിനിനെക്കുറിച്ച് ചോദിച്ചു. 1 മണിക്കൂറിനുള്ളിൽ റീഡിംഗിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ പോർട്ടർ തന്നെയായിരുന്നു ഇപ്പോഴും ഡ്യൂട്ടിയിൽ. കേണൽ ലൈസാണ്ടർ സ്റ്റാർക്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ആ പേര് അയാൾക്ക് അറിയില്ലായിരുന്നു. തലേദിവസം രാത്രി എനിക്ക് വേണ്ടി ഒരു വണ്ടി കാത്തുനിൽക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നായിരുന്നു മറുപടി. അടുത്തെവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 3 മൈൽ അകലെ ഒന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു. അത്രയും ദൂരം നടക്കാൻ എനിക്ക് വയ്യായിരുന്നു. നഗരത്തിൽ എത്തിയ ശേഷം പോലീസിനോട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ആദ്യം ഞാൻ മുറിവ് വെച്ചുകെട്ടി. പിന്നീട് ഡോക്ടർ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഈ കേസ് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ ചെയ്യാം. ഈ അത്ഭുതകരമായ കഥ കേട്ടതിനു ശേഷം ഞങ്ങൾ കുറച്ചുനേരം നിശബ്ദരായി ഇരുന്നു. പിന്നീട് ഷെർലക് ഹോംസ് ഷെൽഫിൽ നിന്ന് പത്രവാർത്തകൾ വെട്ടി സൂക്ഷിക്കുന്ന ഒരു വലിയ പുസ്തകം എടുത്തു. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു പരസ്യം ഇതിലുണ്ട്, അദ്ദേഹം പറഞ്ഞു. 1 വർഷം മുമ്പ് എല്ലാ പത്രങ്ങളിലും വന്നതാണിത്. ഇത് കേൾക്കൂ. ഈ മാസം 9-ാം തീയതി മുതൽ ജെറമിയ ഹെയ്ലിംഗ് എന്ന 26 വയസ്സുകാരനെ കാണാനില്ല. അദ്ദേഹം ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയറാണ്. രാത്രി 10 മണിക്ക് താമസസ്ഥലത്തുനിന്ന് പോയ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വിവരമൊന്നുമില്ല. കേണലിന് തന്റെ യന്ത്രം നന്നാക്കാൻ അവസാനമായി ഒരാളെ ആവശ്യമായി വന്നത് അപ്പോഴായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ദൈവമേ, എന്റെ രോഗി നിലവിളിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണല്ലേ? തീർച്ചയായും. തന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് കേണൽ എന്ന് വ്യക്തമാണ്.
കപ്പൽ പിടിച്ചെടുത്ത ശേഷം ആരെയും ജീവനോടെ വിടാത്ത കടൽക്കൊള്ളക്കാരെപ്പോലെയാണ് അയാൾ. ശരി, ഇനി ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് പോകാം. അവിടെ നിന്ന് നമുക്ക് ഐഫോളിലേക്ക് തിരിക്കാം. ഏകദേശം 3 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ട്രെയിനിൽ ഒരുമിച്ചായിരുന്നു. റീഡിംഗിൽ നിന്ന് ബെർക്ക്ഷയറിലെ ചെറിയ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ. അവിടെ ഷെർലക് ഹോംസ്, ഹൈഡ്രോളിക് എഞ്ചിനീയർ, സ്കോട്ട്ലൻഡ് യാർഡിലെ ഇൻസ്പെക്ടർ ബ്രാഡ്സ്ട്രീറ്റ് വേഷം മാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ബ്രാഡ്സ്ട്രീറ്റ് ആ ജില്ലയുടെ ഒരു മാപ്പ് സീറ്റിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഐഫോർഡ് കേന്ദ്രമാക്കി ഒരു വട്ടം വരയ്ക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ഇതാ നോക്കൂ, അദ്ദേഹം പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് 10 മൈൽ ദൂരത്തിലാണ് ഈ വട്ടം വരച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടെത്തേണ്ട സ്ഥലം ഈ വരയ്ക്ക് അടുത്തായിരിക്കണം. 10 മൈൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു, സാർ. അതൊരു 1 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. നിങ്ങൾ ബോധമില്ലാതെ കിടന്നപ്പോൾ അവർ നിങ്ങളെ അത്രയും ദൂരം തിരികെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ അങ്ങനെ ചെയ്തിരിക്കണം. ആരോ എന്നെ എടുത്തു എങ്ങോട്ടോ കൊണ്ടുപോയതായി എനിക്ക് മങ്ങിയ ഓർമ്മയുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ തോട്ടത്തിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ടും അവർ എന്തിനാണ് നിങ്ങളെ വിട്ടയച്ചത് എന്നതാണ്. ഒരുപക്ഷെ ആ സ്ത്രീയുടെ അപേക്ഷ കേട്ട് വില്ലന്റെ മനസ്സ് അലിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അത്രയും ക്രൂരമായ ഒരു മുഖം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, നമുക്ക് അതൊക്കെ ഉടനെ കണ്ടെത്താം, ബ്രാഡ്സ്ട്രീറ്റ് പറഞ്ഞു. ശരി, ഞാൻ വട്ടം വരച്ചു കഴിഞ്ഞു. നമ്മൾ തിരയുന്ന ആളുകൾ ഈ വട്ടത്തിൽ ഇവിടെയാണെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് ആ സ്ഥലം കൃത്യമായി കാണിച്ചു തരാൻ കഴിയുമെന്ന് തോന്നുന്നു, ഹോംസ് ശാന്തമായി പറഞ്ഞു. സത്യമാണോ? ഇൻസ്പെക്ടർ ചോദിച്ചു. നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയോ? വരൂ, ആർക്കൊക്കെ നിങ്ങളോട് യോജിപ്പുണ്ടെന്ന് നോക്കാം. തെക്ക് ഭാഗത്താണെന്ന് ഞാൻ പറയുന്നു, കാരണം അവിടെ ആളുകൾ കുറവാണ്. കിഴക്ക് ഭാഗത്താണെന്ന് ഞാൻ പറയുന്നു, എന്റെ രോഗി പറഞ്ഞു. ഞാൻ പടിഞ്ഞാറ് ഭാഗം പറയുന്നു, വേഷം മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അവിടെ ശാന്തമായ കുറെ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഞാൻ വടക്ക് ഭാഗം പറയുന്നു, ഞാൻ പറഞ്ഞു, കാരണം അവിടെ കുന്നുകളില്ല. വണ്ടി കുന്നുകൾ കയറിയതായി നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുമില്ല. വരൂ, ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും ഓരോ അഭിപ്രായമാണല്ലോ. നമ്മൾ എല്ലാ ദിശകളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു? നിങ്ങൾക്കെല്ലാവർക്കും തെറ്റി. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റാൻ വഴിയില്ലല്ലോ. അതെ, നിങ്ങൾക്ക് തെറ്റാം. ഇതാണ് എന്റെ സ്ഥലം. അദ്ദേഹം തന്റെ വിരൽ വട്ടത്തിന്റെ നടുവിൽ വെച്ചു. ഇവിടെയാണ് നമ്മൾ അവരെ കണ്ടെത്തുക. പക്ഷേ 12 മൈൽ ദൂരമുള്ള ആ യാത്രയോ? ഹാദലി അത്ഭുതത്തോടെ ചോദിച്ചു. 6 മൈൽ അങ്ങോട്ടും 6 മൈൽ ഇങ്ങോട്ടും. വളരെ ലളിതം. നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ കുതിര നല്ല ഉന്മേഷത്തിലായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. മോശം റോഡിലൂടെ 12 മൈൽ ഓടിയിരുന്നെങ്കിൽ കുതിര അങ്ങനെ ഇരിക്കുമോ? തീർച്ചയായും ഇതൊരു നല്ല തന്ത്രമാണ്, ബ്രാഡ്സ്ട്രീറ്റ് ചിന്തയോടെ പറഞ്ഞു. ഈ സംഘം എങ്ങനെയുള്ളവരാണെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. ഒട്ടും സംശയമില്ല, ഹോംസ് പറഞ്ഞു. അവർ വലിയ തോതിൽ കള്ളനാണയങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. വെള്ളിക്ക് പകരം ഉപയോഗിക്കുന്ന ലോഹക്കൂട്ട് ഉണ്ടാക്കാനാണ് അവർ ആ യന്ത്രം ഉപയോഗിച്ചത്. ബുദ്ധിമാന്മാരായ ഒരു സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് കുറച്ചു കാലമായി അറിയാമായിരുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. അവർ ആയിരക്കണക്കിന് കള്ളനാണയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ റീഡിംഗ് വരെ പിന്തുടരുന്നു, പക്ഷേ അതിനപ്പുറം കണ്ടെത്താനായില്ല. കാരണം അവർ തങ്ങളുടെ അടയാളങ്ങൾ അത്ര വിദഗ്ധമായി മറച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് നമുക്ക് അവരെ പിടികൂടാൻ കഴിയുമെന്ന് തോന്നുന്നു. പക്ഷേ ഇൻസ്പെക്ടർക്ക് തെറ്റിപ്പോയി, കാരണം ആ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരല്ലായിരുന്നു. ഞങ്ങൾ ഐഫോർഡ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അടുത്തുള്ള മരക്കൂട്ടങ്ങൾക്ക് പിന്നിൽ നിന്ന് വലിയൊരു പുകപടലം ഉയരുന്നത് കണ്ടു. അത് ആകാശത്ത് ഒരു വലിയ ഒട്ടക്കപ്പക്ഷിയുടെ തൂവൽ പോലെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വീടിന് തീ പിടിച്ചതാണോ? ട്രെയിൻ വീണ്ടും നീങ്ങിത്തുടങ്ങിയപ്പോൾ ബ്രാഡ്സ്ട്രീറ്റ് ചോദിച്ചു. അതെ സാർ, സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. എപ്പോഴാണ് തീ പിടിച്ചത്? രാത്രിയിലാണെന്ന് കേട്ട് സാർ, പക്ഷേ ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ആ സ്ഥലം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അത് ആരുടെ വീടാണ്? ഡോക്ടർ ബെച്ചറുടേതാണ്. ഒന്നു പറയൂ, എഞ്ചിനീയർ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഡോക്ടർ ബെച്ചർ ഒരു ജർമ്മൻ താരനാണോ? മെലിഞ്ഞ ശരീരവും നീളമുള്ള മൂക്കുമുള്ള ഒരാളാണോ? സ്റ്റേഷൻ മാസ്റ്റർ ഉറക്കെ ചിരിച്ചു. അല്ല സാർ, ഡോക്ടർ ബെച്ചർ ഒരു ഇംഗ്ലീഷുകാരനാണ്. ഈ നാട്ടിൽ അദ്ദേഹത്തെപ്പോലെ നല്ല വസ്ത്രം ധരിക്കുന്ന വേറെ ആരുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വിദേശി താമസിക്കുന്നുണ്ട്. ഒരു രോഗിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ കണ്ടാൽ നല്ല ഭക്ഷണം കഴിക്കാത്ത ഒരാളെപ്പോലെയുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഞങ്ങൾ എല്ലാവരും തീപിടിച്ച സ്ഥലത്തേക്ക് ഓടി. റോഡ് ഒരു ചെറിയ കുന്നിൻ മുകളിലേക്ക് എത്തി. അവിടെ വെള്ളപൂശിയ വലിയൊരു കെട്ടിടം ഞങ്ങൾ കണ്ടു. അതിന്റെ ഓരോ ജനലിലൂടെയും വിടവിലൂടെയും തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. തോട്ടത്തിൽ 3 ഫയർ എഞ്ചിനുകൾ തീ അണയ്ക്കാൻ വെറുതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുതന്നെ, ഹാദർലി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. അതാ വഴിയും ഞാൻ കിടന്ന റോസാച്ചെടികളും. ആ 2ാമത്തെ ജനലിൽ നിന്നാണ് ഞാൻ താഴേക്ക് ചാടിയത്. ശരി, എന്തായാലും ഹോംസ് പറഞ്ഞു, നിങ്ങൾ അവരോടു പകരം വീട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ മണ്ണെണ്ണ വിളക്ക് ആ യന്ത്രത്തിനിടയിൽ പെട്ട് തകർന്നപ്പോഴാണ് തടി ചുവരുകൾക്ക് തീ പിടിച്ചത് എന്നതിൽ സംശയമില്ല. നിങ്ങളെ പിടിക്കാനുള്ള തിരക്കിൽ അവർ അത് ശ്രദ്ധിച്ചു കാണില്ല. ഇന്നലെ രാത്രി കണ്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. പക്ഷേ അവർ ഇപ്പോൾ 100 മൈൽ എങ്കിലും ദൂരെ എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹോംസ് ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ സുന്ദരിയായ സ്ത്രീയെപ്പറ്റിയോ ക്രൂരനായ ജർമ്മൻകാരനെപ്പറ്റിയോ മിണ്ടാത്ത ആ ഇംഗ്ലീഷുകാരനെപ്പറ്റിയോ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അന്ന് പുലർച്ചെ ഒരു കർഷകൻ കുറെ ആളുകളും വലിയ പെട്ടികളുമായി വേഗത്തിൽ പോകുന്ന ഒരു വണ്ടി കണ്ടിരുന്നു. അത് റീഡിംഗിന്റെ ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ അവിടെ വെച്ച് അവരെപ്പറ്റിയുള്ള എല്ലാ അടയാളങ്ങളും ഇല്ലാതായി. ഹോംസിന്റെ ബുദ്ധിക്ക് പോലും അവർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കെട്ടിടത്തിനുള്ളിലെ വിചിത്രമായ കാര്യങ്ങൾ കണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത്ഭുതപ്പെട്ടു. 2ാമത്തെ നിലയിലെ ജനലിൽ മുറിച്ചെടുത്ത ഒരു മനുഷ്യവിരൽ കണ്ടപ്പോൾ അവർ കൂടുതൽ അമ്പരന്നു. വൈകുന്നേരത്തോടെ അവർ തീ അണച്ചു. പക്ഷേ അപ്പോഴേക്കും മേൽക്കുര തകർന്നു വീണിരുന്നു. ആ സ്ഥലം മുഴുവൻ നശിച്ചുപോയി. വളഞ്ഞ ചില ഇരുമ്പുകുഴലുകളല്ലാതെ നമ്മുടെ സുഹൃത്തിന് ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കിയ ആ യന്ത്രത്തിന്റെ ഒരു അടയാളം പോലും അവിടെ അവശേഷിച്ചില്ല. പുറത്തുള്ള ഒരു മുറിയിൽ കുറെ നിക്കലും ടിന്നും കണ്ടെത്തി. പക്ഷേ നാണയങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ ആ വലിയ പെട്ടികളിൽ ആ നാണയങ്ങൾ ആയിരിക്കാം ഉണ്ടായിരുന്നത്. തോട്ടത്തിൽ നിന്ന് എഞ്ചിനീയറെ എങ്ങനെയാണ് ബോധം വന്ന സ്ഥലത്തേക്ക് മാറ്റിയത് എന്നത് ഒരു രഹസ്യമായി തുടരുമായിരുന്നു. എന്നാൽ അവിടുത്തെ നനഞ്ഞ മണ്ണ് ആ കഥ പറഞ്ഞു തന്നു. 2 പേർ ചേർന്നാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയത്. അതിൽ ഒരാളുടെ പാദങ്ങൾ വളരെ ചെറുതും മറ്റൊരാളുടേത് വളരെ വലുതുമായിരുന്നു. ആ ഇംഗ്ലീഷുകാരൻ തന്റെ കൂട്ടുകാരനെപ്പോലെ അർത്ഥക്കൂരനല്ലാത്തതുകൊണ്ട് ബോധമില്ലാത്ത ആ മനുഷ്യനെ രക്ഷിക്കാൻ ആ സ്ത്രീയെ സഹായിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. ശരി, ലണ്ടനിലേക്ക് മടങ്ങാൻ ട്രെയിനിൽ ഇരുന്നപ്പോൾ നമ്മുടെ എഞ്ചിനീയർ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് ഇതൊരു വലിയ നഷ്ടമായിരുന്നു. എനിക്ക് എന്റെ വിരൽ നഷ്ടപ്പെട്ടു, കിട്ടേണ്ടിയിരുന്ന പണവും നഷ്ടപ്പെട്ടു. എനിക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്? അനുഭവം, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കഥ മറ്റുള്ളവരോട് പറഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല കഥാകാരനായി അറിയപ്പെടും.